അതെ. എനിക്ക് മാമുമായിട്ടൊരു കണക്റ്റ് വന്നൊരു സ്റ്റോറിയാട്ടോ. അതെന്താന്ന് പറഞ്ഞാ, ഒരു ദിവസം ഇതുപോലെ പെട്ടെന്ന് എനിക്ക് വയ്യാണ്ട് വന്നു. എപ്പളാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങള് ഗെസ് ചെയ്തോളൂ. ഓക്കെ. പെട്ടെന്ന് വയ്യാണ്ട് വന്നു. 2, 3 ദിവസായി. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ എവിടെയും പോയിട്ടില്ല. ആരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല. ഈവൻ ഡെലിവറി എന്തേലും സാധനങ്ങൾ വന്നത് സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഉള്ളിലോട്ട് എടുക്കുന്നത്. ഇതെല്ലാം നോക്കിയിരുന്നിട്ടും വയ്യാതെ ക്ഷീണം വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ടേസ്റ്റ് പോയി, മണം പോയി. ഇപ്പൊ മനസ്സിലായല്ലോ എപ്പളാന്ന്? അപ്പം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, "രഞ്ജു എളുപ്പത്തന്നെ പോയി ആർ-ടി-പി-സി-ആർ ടെസ്റ്റ് ചെയ്തോളാൻ" പറഞ്ഞു. അപ്പൊ മാമിനെ വിളിച്ചു. മാം പറഞ്ഞു, "എളുപ്പത്തന്നെ കൊണ്ടുവന്നോ, വെച്ചോണ്ടിരിക്കല്ലേ ആർസിന്ന്" പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡെയിനില് പോയി. പുള്ളിക്കാരൻ മാമിനെ വിളിച്ചു. ഉള്ളീന്ന് മാം എണീറ്റ് ഇറങ്ങി വന്നു. എന്നിട്ട് ഞങ്ങളെ ഗൈഡ് ചെയ്തു. ഗൈഡ് ചെയ്ത് പോയി ടെസ്റ്റ് ഒക്കെ ചെയ്തു. വിത്തിൻ 4 hours മാം ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, "വൈഫിനെ എളുപ്പം റൂമിന്റെ അകത്തോട്ട് വിട്ടോട്ടോ, പോസിറ്റീവ് ആണെന്ന്" പറഞ്ഞു. അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പം ഞങ്ങളുടെ ടെൻഷനെ ഒക്കെ സൂത് ചെയ്ത ഒരാളാണ് ഗൗരി മാം. അതുകൊണ്ട് ആ ഒരു അറ്റാച്ച്മെന്റും മാമിന്റെ ആ ഒരു പേഴ്സണൽ കെയറും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാം എന്നിട്ട് പറഞ്ഞത്, "ഒന്നും വിഷമിക്കണ്ട. നിങ്ങള് ഉള്ളില് വിട്ടാ മതി. എന്നിട്ട് കുട്ടികളെയും കൊണ്ട് ടെസ്റ്റ് ചെയ്യണം. ഹസ്ബൻഡ് ടെസ്റ്റ് ചെയ്യണം. എല്ലാരും വീട്ടിലെ ടെസ്റ്റ് ചെയ്യണം" എന്നൊക്കെ പറഞ്ഞ് കുറേ ഗൈഡ് ലൈൻസും തന്നിരുന്നു കേട്ടോ മാം. ദോ ആ ടൈമില് എന്ത് ബിസി ആയിരുന്നു. എല്ലാവരും ഡെയിനിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ടൈമില് മാം ടൈം എടുത്ത് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഒരു ഭയങ്കര പേഴ്സണൽ കണക്റ്റ് ആണ് അപ്പൊ തൊട്ട് മാമിന്റെ അടുത്ത് എനിക്ക്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മാം, അന്ന് നമുക്കൊക്കെ ഭയങ്കര പേടിയാ. പേടിയാ പറഞ്ഞാ കോവിഡ് വരുവോ വരില്ലേ? പുറത്തിറങ്ങാൻ പേടിയാ. ആ സമയത്ത് എങ്ങനെ തോന്നി മാമിന് ഇത് സ്റ്റാർട്ട് ചെയ്യാനും, ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനും നിങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ചെടുത്തില്ലേ? നമ്മള് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ആ. പറഞ്ഞിരുന്നു. ഒരു ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ആ ജനുവരിയിലാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഉം. അപ്പോൾ നമ്മൾക്ക് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കോവിഡ് വന്നത്. നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ NABL അക്രഡിറ്റേഷൻ എടുത്തു. ഫസ്റ്റ് NABL ലബോറട്ടറി ഇൻ കേരളയാണ് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയത് ICMRന്റെ അനുവാദം. വൗ! അത് വെരി ഓൺലൈനിലാണ് അവര് അന്ന് NABLകാര് ഓൺലൈനിൽ വന്നിട്ടാണ് ചെയ്തത്. അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ചെയ്തു നമുക്ക് കിട്ടി. പക്ഷെ അന്ന് നമുക്കറിയില്ലായിരുന്നു നമ്മളിതൊക്കെ പേപ്പറിൽ കൊടുക്കണം, മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിയാറെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് വേറെ 1, 2 ലാബിന് NABL കിട്ടിയത്. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളുടെ പേരും കൂടി വന്നു. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെച്ചു നമ്മളൊരു ലബോറട്ടറി ആണ്, ഒരു ഡോക്ടറാണ്, നമ്മൾ റിസ്ക് എടുത്തേ മതിയാവൂ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ. അന്ന് കോവിഡിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയണമായി തന്നെ നമുക്കറിയുള്ളൂ. എന്താ പറയുക, ഇതൊരു മാരകമായ ഒരു അസുഖമാണ്, സൂക്ഷിക്കണം എന്നാണ്. കുട്ടികളെ വിളിച്ചു, കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു. പിന്നെ അവരുടെ കൂടെ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ, ഞാനും ഡോക്ടർ സുഷ്മയും തുറക്കുമ്പോൾ 7 മണിക്ക് തുറക്കുമ്പോൾ 7 മണിയാകുമ്പോൾ ഞങ്ങൾ എത്തും. അതിൻ്റെ അടയ്ക്കുമ്പോൾ പലപ്പോഴും 12, 1 ഒക്കെ ആവും. കുട്ടികളെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വിടും. അങ്ങനെ ഒരു പാറ്റേൺ അനുസരിച്ച് ചെയ്തിരുന്നു. ഞങ്ങളുടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ ടൈം അങ്ങനെ കോവിഡ് എടുത്തിരുന്നില്ല. 24 അവേഴ്സ് വർക്ക് ചെയ്തില്ല. കുട്ടികൾക്കും റെസ്റ്റ് കൊടുക്കണ്ടേ? ഉം. അവർക്ക് വന്നാലും അവരുടെ വീട്ടിൽ ആർക്ക് വന്നാലും ഒക്കെ നമുക്ക് പ്രശ്നമല്ല. ബേസിക്കലി നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ട്രീറ്റ്മെന്റ് ഇല്ലാന്നറിയാം. അപ്പൊ എന്ത് വന്നാ എന്താ ചെയ്യാന്നുള്ള അറിയില്ല. കുട്ടികളും സമ്മതിച്ചു, "മാഡം കുഴപ്പമില്ല, ഞങ്ങൾ ഞങ്ങളുടെ നോക്കിക്കോളാം." അപ്പോഴും അവർക്കൊരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഡോക്ടേഴ്സ് തന്നെ അന്ന് സ്വാബ് എടുത്തത്. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടേ. അപ്പോൾ രാവിലെ ഡോക്ടർ ജയറാം തുടങ്ങും, 7 മണിക്ക് നമ്മൾ തുടങ്ങും. പിന്നെ ഡോക്ടർ അൻവറുദ്ദീൻ, ഒരു ENT സർജൻ, മെജോറിറ്റി കവർ ചെയ്യും. കുറച്ച് ഞാൻ, കുറച്ച് ഡോക്ടർ സുഷ്മ, ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഓൾമോസ്റ്റ് 4 മണിയാകുമ്പോൾ ഞങ്ങൾ നിർത്തും. ബിക്കോസ് ഇത് എടുത്തത് മുഴുവൻ തീർന്ന് കഴിയണ്ടേ. പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയ സാമ്പിൾസ് ഞങ്ങൾ ഉടനെ വിളിച്ച് പറയും. ഉം. അത് ഞാൻ അല്ലെങ്കിൽ ഡോക്ടർ സുഷ്മ എന്നെ വിളിച്ച് പറയും. കുട്ടികൾ ആരും വിളിച്ച് പറയില്ല. ബിക്കോസ് ഒരു ഷോക്കല്ലേ Correct. എല്ലാവർക്കും. അങ്ങനെയാണ് രഞ്ജുവിൻ്റെ പോസിറ്റിവിറ്റിയും വിളിച്ച് പറഞ്ഞത്. ബിക്കോസ് കുട്ടികളുണ്ട്, വയസ്സായ അമ്മയുണ്ടാവാം, അല്ലെങ്കിൽ അച്ഛനുണ്ടാവാം, അങ്ങനെ അല്ലേ, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഒരു പ്രശ്നം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് അവരുടെ മകൾക്ക് പോസിറ്റീവ് കൊടുത്തത് പ്രശ്നമായി. അയാൾ വിളിച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു. "നിങ്ങൾക്ക് പൈസ വാങ്ങിയിട്ട് നെഗറ്റീവ് തരാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പോസിറ്റീവ് വിളിച്ച് പറഞ്ഞതെന്നൊക്കെ." അപ്പോഴാണ് നമുക്കതൊരു ഷോക്കായി പോയത്.
ബിക്കോസ് നമുക്ക് അവർക്ക് എന്താ വിദേശത്ത് പോകാനോ ഭർത്താവിൻ്റെ അടുത്ത് പോകാനോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് പോണതിനേക്കാളും പ്രശ്നമല്ലേ ഒരു പോസിറ്റീവ് ആയ ഒരു ഉം. ഇത്. ചിലപ്പോൾ വേറൊരാൾക്ക് അവർക്ക് പ്രശ്നം വരില്ല, അവർക്ക് നല്ല ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവണ മോളായിരിക്കാം. പക്ഷെ അച്ഛനോ മുത്തച്ഛനോ വീട്ടിൽ വയസ്സായ ഒരാളുണ്ടെങ്കിൽ ഇപ്പോൾ ഡ്യൂറിങ് കോവിഡ് തന്നെ നമ്മൾ തന്നെ പോസിറ്റീവ് കൊടുത്താൽ നമ്മളുടെ തന്നെ ഒരു റിലേറ്റീവ് മരിച്ചു. അപ്പോൾ അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ ബോഡി വരെ നമ്മളെ കൊണ്ട് തൊടിയിക്കുകയോ ഒന്നും ചെയ്തില്ല. അങ്ങനെ അന്നൊക്കെ ഭയങ്കര പ്രോട്ടോകോൾ അല്ലേ. ഗവൺമെന്റ് അറിഞ്ഞു, അവര് കൊണ്ടുപോയിട്ട് ക്രിമേറ്റ് ചെയ്തു. വീട്ടിൽ തന്നെ ആരും വന്നില്ല. എന്നാൽ അതൊരു മനസ്സിൽ ഭയങ്കര ഒരു ദുഃഖമാണ് ഈ കോവിഡ് നമ്മളുടെ തന്നെ ആൾക്ക് വരും. അപ്പോൾ ഞങ്ങളെല്ലാ പോസിറ്റിവിറ്റിയും വിളിച്ചു പറയുമായിരുന്നു, എല്ലാവരെയും വിളിച്ചു പറയും. പിന്നെ നമ്മളുടെ അടുത്ത് അത്രയും അഡ്വാൻസ്ഡ് മെഷീൻ ആയതുകൊണ്ട് നേരത്തെ വാങ്ങിയതുകൊണ്ട് കേട്ടോ, ബിക്കോസ് വെരി കോസ്റ്റ്ലി മെഷീൻസ് ആണ്. നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ മോളിക്കുലർ ഡയഗ്നോസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് എല്ലാം അതുകൊണ്ട് അഡ്വാൻസ് മെഷീൻ ആയതുകൊണ്ട് 4 hours നമുക്ക് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റിയായിരുന്നു. കുട്ടികളും നന്നായിട്ട് ഞങ്ങളുടെ കൂടെ കോപ്പറേറ്റ് ചെയ്തു. കുറച്ച് പേർക്കൊക്കെ ചെറുതായിട്ട് സിംറ്റംസ് വന്ന് അപ്പോൾ അവർ ഇൻക്യുബേറ്റേഴ്സ് നമ്മൾ നോക്കും. അപ്പം ചെറുതായിട്ട് പോസിറ്റിവിറ്റി തുടങ്ങിയല്ലോ, അപ്പം തന്നെ അവർക്ക് ലീവ് കൊടുക്കും. പിന്നെ അവർ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഉം. പോസിറ്റീവ് ആയിരുന്നു ഞങ്ങളൊക്കെ. അപ്പം നമ്മൾ ആ ഒരു 2 weeks നമ്മളും ഇതേമാതിരി ഇതുണ്ടാവും, ഐസൊലേഷനിൽ പോവും. ഐസൊലേഷനിൽ ഇരിക്കലും ഒക്കെ ആയിട്ട് നല്ലൊരു ഡിഫിക്കൽട്ട് പീരീഡ് ആയിരുന്നു. അതെ. ഇത്രയും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭയങ്കര ഉള്ളിലൊരു ആങ്സൈറ്റിയാ. ആർക്കാ ഇനി വരിക, ആരാ നഷ്ടപ്പെടുക, അന്ന് ട്രീറ്റ്മെന്റ് ഇല്ലല്ലോ. ഓരോരുത്തർ ഇങ്ങനെ നഷ്ടപ്പെടണമെന്ന് പേപ്പറിൽ കാണുകയും ഫ്രണ്ട്സ് പറയുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ പോസിറ്റിവിറ്റി കൊടുക്കണവര് നേരെ പോയി അഡ്മിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് ഞങ്ങളുടെ സ്റ്റാഫും അവരുടെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ഒന്ന് എന്തെങ്കിലും ആയാൽ അവര് പിന്നെ സ്റ്റാഫിനെ വിടില്ലല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് ഞങ്ങള് പോയി. അപ്പൊ എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് മരിച്ചു എന്നുള്ളത് മാത്രമാണ് അപ്പോഴാണ് ശരിക്ക് അതിന്റെ ഒരു തീവ്രത നന്നായി പക്ഷെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. മാം എടുത്ത ഈ റിസ്ക് ഞങ്ങളെ പോലത്തെ കുറെ ആൾക്കാര് നിങ്ങളെ ഒരുപാട് പ്ലസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊക്കെ ഹസ്ബൻഡ് അബ്രോഡ്, ഓ, ഫ്ലൈറ്റ്സ് ഒക്കെ അന്ന് ക്യാൻസൽ ചെയ്തിരിക്കുക. ഓപ്പൺ ചെയ്ത് ഇപ്പം കണ്ടീഷൻ ഉണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞ് ഐസൊലേഷനിൽ ഇരുന്നിട്ട് പിന്നെ RT-PCR നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ആ വീട്ടിലേക്ക് വിടുള്ളൂ. അപ്പൊ ഡെയിനുള്ളത് ഒരു ഹോപ്പ് നമുക്ക് ഉണ്ടായിരുന്ന ലൈറ്റ് ഓഫ് റേ ഓഫ് ഹോപ്പ് തന്നത് ഡെയ്ന ഞങ്ങൾക്ക്. നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തത് ഞങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാർക്ക് ബെനിഫിഷ്യൽ ആയി മാറിയെന്ന് ആ സമയത്ത്. അതും നമുക്കൊക്കെ എന്തൊരു ബ്ലെസ്സിങ്സാ മാമിന് കിട്ടുന്ന അല്ലെ. ഉം. ഇതുപോലെ നമ്മളെ പോലെ അല്ലെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതുപോലെ തൃശ്ശൂര് പോകണം, വേറെ എവിടെയെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അന്ന് ട്രാവലും പറ്റില്ല. നമ്മളൊക്കെ എന്ത് ചെയ്തേനെ. ആ റൈറ്റ് ടൈമിൽ മാമിന് ആ ഒരു മെഷീൻ കൊണ്ടുവരാനും അങ്ങനെ കുറേ പേരുടെ ലൈഫിനെ അത് സേവ് ചെയ്യാനും ഒക്കെ പറ്റി. ഇപ്പം മാം അന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഐസൊലേഷനിൽ പോയതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആർക്കും വന്നില്ല. എല്ലാവരും വന്ന് RT-PCR ചെയ്തു, പക്ഷെ ആർക്കും വന്നില്ല, പോസിറ്റീവ് ആയില്ല. അപ്പം ആ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് വിളിച്ച് പറയുന്നത് കൊണ്ടും നമ്മളെ തന്നെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ആണല്ലോ അങ്ങനെ കുറേ ലൈഫ്സ്. അതെ. അപ്പം അങ്ങനെ കുറേ ബ്ലെസ്സിങ്സ് ഉണ്ട് മാമിന്. Thank you. അപ്പൊ മാം നിങ്ങളുടെയൊക്കെ ബ്ലെസ്സിങ്സ് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോണു. ഞങ്ങൾക്ക് പക്ഷെ സത്യം അവള് പറഞ്ഞ പോലെ പറയാണ്ടിരിക്കാൻ പറ്റില്ല മാം. ഈ ചെയ്യുന്ന പ്രവൃത്തി സിമ്പിൾ ആയിട്ട് ആൾക്കാർ ആരെങ്കിലും ഇപ്പൊ കണ്ടാലും ശരി, അവർക്ക് അറിയാഞ്ഞിട്ടാണ് പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയേണ്ടതിന്റെ ബാക്കിൽ നിങ്ങൾ ഇടുന്ന തോട്ട്, ഇമോഷൻ, കൂടാതെ മാമിന്റെ കൂടെ മാമിന്റെ ഫുൾ താങ്ങായിട്ട് നിൽക്കുന്ന മാമിന്റെ സ്റ്റാഫോ മെമ്പേഴ്സും ഫാമിലി പോലെ മാം കൺസിഡർ പിന്നെ ചെയ്യുന്നോണ്ടല്ലേ മാം വിളിക്കുമ്പോഴേക്കും അവർ ഓടി വന്നിന്ന്. ഇത്രയും റിസ്കി സമയത്ത് ഫാമിലി ഒക്കെ ഇതാക്കല്ലോ. അപ്പൊ യു ഹാവ് സോ മച്ച് ഇൻ യു. അതാണ് ഇത്രയും അട്രാക്ട് ചെയ്യുന്നത്. സത്യം പോസിറ്റീവിനോടാണല്ലോ ഉം. കുറേ പേരും അട്രാക്ട് ആവുന്നത്. അതുപോലെ മാമിന്റെ സ്റ്റാഫിനെ പറ്റിയും പറയാണ്ടിരിക്കാൻ വയ്യ. എന്തൊരു ആവശ്യം ഇവിടെ വന്നാലും ഒരു ഹോംലി ട്രീറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് എന്താണ് മാഡം, എന്താണ് പ്രശ്നം, ഈവൻ അവർക്കത് അറിയേണ്ട ആവശ്യമില്ല. എന്നാലും സ്റ്റാഫ് വന്ന് ഞാൻ ഈയിടെ ഒരു പ്രോബ്ലമായിട്ട് വന്നിട്ട് ഒരു സ്കാൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു മോളാണ് എന്നെ റേഡിയോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറൊരു കാര്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പം
ആ മോൾ ഓടി വന്ന്, മാം അന്ന് മാമിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ എങ്ങനെയുണ്ട്, സുഖമായോ, ഡോക്ടറിനെ കാണിച്ചോ? ഷീ ആസ്ക് മീ ആൻഡ് ഐ വാസ് റിയലി ഷോക്ക്ഡ്. എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അന്ന് ആ കുട്ടിയുടെ ഒരു ജോലി പോലെ എന്നെ അവിടെ കൊണ്ടാക്കുക മാത്രമായിരുന്നു ആ കുട്ടിയുടെ ജോലി. പക്ഷെ അങ്ങനെയല്ല, പിന്നെ എന്നെ കണ്ടപ്പം അത് എന്തായിന്ന് വരെ ഓർത്തിരുന്നു വന്ന് ചോദിച്ചത് ശരിക്കും ഭയങ്കര ടച്ചിങ് ആണ്. അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുക. അങ്ങനെ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോ എപ്പോഴും കിട്ടുന്നത്. താങ്ക് യു. നമ്മളുടെ ഒരു ഡെയിൻ്റെ സ്ട്രെങ്ത്, എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എൻ്റെ പാർട്ട്ണർ ഫ്രണ്ട് ഡോക്ടർ സുഷമയാണ് കേട്ടോ. സുഷമ രംഗത്ത് കാണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും സുഷമ ഈസ് മൈ ബാക്ക് ബോൺ. അല്ലെങ്കിൽ നമ്മളുടെ ഒരേമാതിരി ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം. അത്രയും തന്നെ സ്റ്റാഫ്. പിന്നെ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും എപ്പോഴും. എപ്പോഴും ഞാൻ പറയണ ഒരു കാര്യം, ഈ വരണ ഓരോ സാമ്പിളും അവനവൻ്റെ അല്ലെങ്കിൽ ക്ലോസ് മക്കള്, ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, അതാണല്ലോ ഏറ്റവും ക്ലോസ് എന്ന് പറയാം. അവരുടെ ആയിട്ട് നിങ്ങൾ കാണണം. അപ്പം അത് നന്നായിട്ട് എടുക്കും. അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ഒരു എഡ്യൂക്കേഷൻ ഫോളോ അപ്പ് അങ്ങനത്തെയൊക്കെ ചെയ്യും. കുട്ടികളൊക്കെ നല്ലതാ. ഐ എം വെരി ഹാപ്പി. അവരുള്ളതുകൊണ്ടാണ് ഡെയിൻ വർക്ക് ചെയ്യണത്. ഉള്ളത് കൊണ്ട് ഞങ്ങള് ഓടി എന്ത് ടെസ്റ്റ് ആണെങ്കിലും ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ ഓടി വരാൻ പറ്റുന്നതും ഡെയിൻ ഉള്ളത് കാരണമാണ്, മാം ഉള്ളത് കാരണമാണ്. അതുപോലെ സുഷ്മ മാം, ഡോക്ടറിനെ കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ എല്ലാവർക്കും ഇതിന്റെ പുറകില് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ഒരു ഇത് തന്നെയാണ്. ഇപ്പൊ നമുക്ക് 4 പേരുണ്ട്. ഞാനും ഡോക്ടർ സുഷ്മയായിരുന്നു ഇനീഷ്യലി ഉണ്ടായിരുന്നത്. കോവിഡ് സമയത്ത് നമ്മൾ അതിനു മുമ്പ് തന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വേറെ 2 ഡോക്ടേഴ്സിനെയും കൂടി, ഡോക്ടർ രമണി റിട്ടയർഡ് പ്രൊഫസറാണ്, മെഡിക്കൽ കോളേജിൽ നിന്ന് പെത്തോളജിസ്റ്റായിട്ട് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ റിട്ടയർ ചെയ്ത് വന്നവർ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ ഡോക്ടർ രമ്യ മൈക്രോബയോളജിസ്റ്റ്. അത് കോവിഡിന് മുമ്പേ നമ്മൾ തീരുമാനിച്ചതാണ് ഇവരെയൊക്കെ നമ്മൾ എടുക്കണം. ബിക്കോസ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വളരുമ്പോഴും അതിൻ്റെ എക്സ്പെർട്ടൈസ് വേണമല്ലോ. ഇപ്പോൾ എല്ലാം കൂടി നമുക്ക് എല്ലാം കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ ഡോക്ടർ രമ്യ എപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ. ഓൾമോസ്റ്റ് പല ലാബിലും മൈക്രോബയോളജിസ്റ്റിൻ്റെ കോവിഡ് കഴിഞ്ഞതോടുകൂടി ഇല്ല. പക്ഷേ ഇവിടെ നമ്മുടെ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ഫുൾ ഹാൻഡിൽ ചെയ്യുക ഷീസ് ഡോയിങ്. രമണി നമ്മുടെ പെത്തോളജി ആയിട്ട്. അപ്പം നമ്മൾ 4 പേരുണ്ട്. വെരി നൈസ്. അതെ അതെ, അതെ, സൂപ്പർ നല്ല. ടീം. ഈ അവഞ്ചേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഏതെങ്കിലും ഒരു ഡോക്ടറെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ. അപ്പം മാം, ഓക്കെ ഞങ്ങള് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പരിപാടിയുണ്ട്. ഇതിന്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. മാമിന് ഒട്ടും ഉദ്ദേശിക്കാൻ പറ്റുന്ന, മാം വിചാരിക്കുന്ന അയ്യോ. പോലെ മൈക്രോബയോളജി റിലേറ്റഡും പാത്തോളജി റിലേറ്റഡും ഒന്നും അല്ല. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇത് ഞങ്ങൾ ഓരോന്നോരോന്ന് മാറിയെടുത്ത് വായിച്ചു തരും. മാം ഓക്കെ. ഇതിന് എന്താ ആൻസർ തരുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കണം. എടുത്തെടുത്ത് മാമിന് വായിക്കണോ? ഇഫ് യു ഹാഡ് ടു ഡിസ്ക്രൈബ് യുവർ ജോബ് ടു എ 5-year-old, ഹൗ വുഡ് യു മേക്ക് ഇറ്റ് സൗണ്ട് കൂൾ? മാമിന് അറിയോ ഇത് എങ്ങനെ പറയണമെന്ന്? പക്ഷേ ഇഫ് യു ഹാവ് ടു ഡിസ്ക്രൈബ് യുവർ ജോബ് job ടു എ 5-year-old, 5 വയസ്സായ ഒരു കുട്ടിയുമായി കുട്ടിയുടെ കുട്ടിക്ക് അടുത്ത് പറഞ്ഞു കൊടുക്കണം. മാം എങ്ങനെ ഓൾറെഡി ഗ്രാൻഡ് ഓക്കെ. ആണല്ലോ. അപ്പൊ ആ ഭാവിക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കൂൾ ജോബ് ഞാൻ ചെയ്തെന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞു? 5 വയസ്സായ ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ മോളെ അല്ലെങ്കിൽ മോനെ, കുട്ടാ, നോക്ക്, ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛമ്മയുടെ ഒരു ജോലി എന്ന് പറയണത് നമുക്കൊരു നിനക്ക് വയ്യാണ്ടൊക്കെ വരാറുണ്ടല്ലോ കോൾഡൊക്കെ വരുമ്പോൾ. അപ്പം എന്താണ് ആ കോൾഡ് വരാനുള്ള കാരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഒരു ബ്ലഡൊക്കെ ഒന്ന് കുത്തിയെടുക്കണം എന്ന് ഉടനെ അവർ റിജക്റ്റ് ചെയ്യും. അതെ. ബിക്കോസ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീഡിയാട്രിക് വിങ്ങും കൂടി ഉള്ളതുകൊണ്ട് കളിക്കാനൊക്കെ സാധനങ്ങളുണ്ട്. ഒരു ചെറിയ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. അപ്പം അവിടെയൊക്കെ കൊണ്ടുപോയി അവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇതാക്കും. ഓ വെരി നൈസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാനാട്ടോ. തമാശ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. മാമിന് ഒരു മാജിക് പവർ ഉണ്ടെങ്കിൽ ഒരു 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 ടെസ്റ്റിന്റെ റിസൾട്ട് പെട്ടെന്ന് വരാൻ, എന്ന് പറഞ്ഞാൽ ഇപ്പം RT-PCR 4 മണിക്കൂർ എടുക്കുമല്ലോ, അങ്ങനെ അല്ലാതെ പെട്ടെന്ന് റിസൾട്ട് വരാൻ മാമിന് ഒരു മാജിക് പവർ ഉണ്ടെങ്കിൽ ഏത് ടെസ്റ്റിനെ ആയിരിക്കും മാം പെട്ടെന്ന് റിസൾട്ട് വരട്ടെ എന്ന് പറയുന്നത്? CSF അനാലിസിസ് എന്ന് പറയും. ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. നമ്മളുടെ ഓരോ നിമിഷം ചെല്ലുന്തോറും ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് മോശമായിട്ട് വരും. അപ്പോൾ CSF അനാലിസിസ് അതിവിടെ അങ്ങനെയാണ്. CSF വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ആക്റ്റീവ് ആവും.
CSF വന്നിട്ടുണ്ട് വേഗം വിത്തിൻ 1 hour റിപ്പോർട്ട് കൊടുക്കും. വെരി നൈസ്. അപ്പോഴും മാം ആൾക്കാരെ അതെ. പറ്റി ആലോചിക്കുന്നു. എങ്ങനെ ഹെൽപ്പ് മാം ചെയ്യാം. എടുത്തോളൂ നോക്കട്ടെ. ശരിയായിട്ട്. വാട്ട് ഈസ് എ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്? പേഷ്യന്റ്, പ്രിസിഷൻ ഓർ പ്യൂർ പാഷൻ? ആ മാമിന് കിട്ടിയ നല്ല ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞ പ്യൂർ പാഷൻ. പേഷ്യൻസ് ശരിക്കും പറഞ്ഞാൽ ഇല്ല, ഭയങ്കര കുറവാ. ഇപ്പൊ ഓഫ് ലേറ്റ് ഞാനത് എന്താ പറയാ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു പേഷ്യൻസ്. പണ്ടൊക്കെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെയായിരുന്നു. ഇപ്പൊ ദേഷ്യമില്ല. പക്ഷെ Pure മാമിന്റെ passion. ഇത്രയും സംസാരം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി മാമിന്റെ ആൻസർ അതിന് എന്തായിരിക്കും. പാഷനാണ്, എനിക്കിഷ്ടാണ് ഉം. ചെയ്യാൻ. അപ്പൊ ഇഷ്ടമുള്ളത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന, ചെയ്തോണ്ടിരുന്നിട്ട് അതെ. അങ്ങ് പോണം എന്നാണ് ആഗ്രഹം. അങ്ങനൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇനി വേണോ വേണ്ടയോ എന്ത് വേണേ ചെയ്യാം. ഒരെണ്ണം കൂടെ ശരി. നോക്കാം. തന്നോ പേപ്പർ. If you could rename pathology to something cooler, പാത്തോളജിക്ക് വേറൊരു പേര് എന്തായിരിക്കും? കൂൾ പേര് കൊടുക്കാൻ പറ്റുക. What would it be? You name it, it will be there. അപ്പൊ ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Okay. നോക്കട്ടെ. മാം ഒരു പാത്തോളജിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരു വേറെ എന്ത് കരിയർ ആയിരിക്കും മാം എടുത്തിട്ടുണ്ടാവുക? എന്ന് പറഞ്ഞാൽ മാമിന്റെ ഒരു Teacher. ടീച്ചർ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത്. ആണല്ലേ. ആ. അതായത് മാമിന്റെ ഒരു സംസാരത്തിലേ ഉണ്ടല്ലേ ടീച്ചർ. ഇപ്പൊ പാത്തോളജി ആയാൽ മതി, അതുകൊണ്ട് ഞങ്ങളൊക്കെ ജീവിച്ചു പോന്നു. പാത്തോളജിസ്റ്റ് ഒരു കൈൻഡ് ഓഫ് ടീച്ചറുമാണല്ലേ, ഒരു കൈൻഡ് ഓഫ് മെന്റർ. എല്ലാം അതെ, ഒരു സപ്പോർട്ട് ടീം തന്നെയുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര ഇതൊക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പം ശരിക്കും അതൊരു ഭയങ്കര ഹ്യൂമൻ ടച്ചിൽ സംസാരിക്കേണ്ട കാര്യങ്ങളല്ലേ അല്ലെ. ഇതെല്ലാം കൺവേ ചെയ്യുന്നതും നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ മാമിന് ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കാൻ പറ്റട്ടെ, ഇഷ്ടമുള്ളത് ചെയ്ത് എല്ലാരും കൂടെ അങ്ങനെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്തിരിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ വിചാരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് നമുക്ക് ഇത്രയും നല്ല ഒരു മാമിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയതും ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതും കൊണ്ടാണ്. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്. നമ്മുടെ കൂടെ ഗൗരിങ് മാം ആണ്. സോ കീപ് വാച്ചിങ് എക്കോസ് ഓഫ് ഹർ വിത്ത് ലെറ്റ് ഗോ. Thank you.